ഹായ്, ഇന്നത്തെ വീഡിയോയിൽ മനസ്സും ആരോഗ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. എത്രയോ വ്യക്തികൾ ക്യാൻസർ രോഗമുണ്ടായിട്ടും അവരുടെ മനസ്സിൻ്റെ ശക്തിയിലൂടെ അതിനെ മറികടന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്, പുസ്തകങ്ങളിലൊക്കെ, അതുപോലെ ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിൽ എന്ത് വിശ്വസിക്കുന്നു അത് തന്നെയാണ് നിങ്ങളുടെ ശരീരത്തിലുണ്ടാവുക. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾക്ക് രോഗമുണ്ടാക്കുന്നതും സുഖം നൽകുന്നതും. ശരീരത്തെ മാറ്റാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിനെ മാറ്റണം. മനസ്സ് ശരീരത്തിൽ നിന്നും വേർപെട്ട ഒന്നല്ല, അത് നമ്മളോട് വികാരങ്ങളിലൂടെയും ലക്ഷണങ്ങളിലൂടെയും സംസാരിക്കുന്നുണ്ട്. ചെറുതും വലുതുമായ മനസ്സിലെ പ്രയാസങ്ങൾ ശരീരത്തിൽ വ്യത്യസ്ത സ്വാധീനങ്ങളാണ് ചെലുത്തുന്നത്. ഉദാഹരണമായിട്ട്, നിരന്തരം ആശങ്ക ഉള്ളവരിൽ ദഹന പ്രശ്നങ്ങൾ, മുടികൊഴിച്ചിൽ, ഉറക്കക്കുറവ് എന്നിവയൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ കാണാറുണ്ട്. നെഗറ്റീവ് ചിന്തകൾ ഓവർലോഡ് നൽകുന്നത് എന്താണെന്ന് വെച്ചാൽ കോർട്ടിസോൺ എന്ന ഹോർമോണാണ്. എന്നാൽ പോസിറ്റീവ് ചിന്തകൾ സുഖം, സന്തോഷത്തിനൊക്കെ കാരണമായ ഹോർമോണായ എൻഡോർഫിൻ റിലീസ് ചെയ്യുന്നു. ഞാൻ സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളിൽ ഓക്സിറ്റോക്സിൻ റിലീസ് ചെയ്യുകയും നമ്മളുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ചെയ്യും. എന്നാൽ ഞാൻ പോരാ, എനിക്കൊന്നിനും കഴിയില്ല എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ കോർട്ടിസോൾ റിലീസ് ചെയ്യുകയും നമ്മുടെ BP ഉയരുകയും ചെയ്യുന്നു. ഒരു സുഹൃത്ത് വളരെയധികം മുട്ടുവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ആളായിരുന്നു. ഭക്ഷണത്തിലും എക്സസൈസിലൊക്കെ അദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ മുട്ടുവേദന തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അതിനുശേഷം അവരോട് വെറുതെ ഒന്ന് പറഞ്ഞതാണ്, അത് വിജയിക്കോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്, പോസിറ്റീവായിട്ടുള്ള ജേണൽ എഴുതാനും. അതായത് ജേണൽ എഴുതുമ്പോൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് കാര്യങ്ങൾ എഴുതാനും, അതുപോലെ വിഷ്വലൈസ് ചെയ്യാനും മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ ചെയ്തപ്പോൾ അവരുടെ വേദന കുറയുകയും ചെയ്തു. അവരുടെ ചിന്തകൾ റീഫ്രെയിം ചെയ്തു. ഇങ്ങനെ ചെയ്തപ്പോൾ, ജേണലിംഗ് ഒക്കെ എഴുതൽ തുടങ്ങിയപ്പോൾ ആദ്യമുള്ള ചിന്ത മാറി റീഫ്രെയിം ചെയ്തു. അവരുടെ വേദന വളരെയധികം കുറഞ്ഞു. വളരെയധികം ആങ്സൈറ്റി ഉള്ള ഒരു വ്യക്തിക്ക് നമ്മൾ CBT കൊടുക്കുമ്പോൾ, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കൊടുക്കുന്നതോടൊപ്പം നമ്മൾ എന്തും കൂടെ കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അഫർമേഷൻ കൂടി ചെയ്താൽ അവരുടെ മനസ്സ് ശാന്തമാവുകയും ഉറക്കം ശരിയാവുകയും ദഹന പ്രക്രിയ ശരിയാവുകയും ചെയ്യും. ഇതിനൊക്കെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മെഡിസിൻ ആണെന്ന് പറഞ്ഞിട്ട് ഷുഗർ ബോൾസ് കൊടുത്തിട്ട് രോഗം മാറ്റിയതൊക്കെ നമുക്കറിയാം. ഇതിനെ പ്ലസിബോ എഫക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി കുറയുകയും ഡയബറ്റിക്, ഇൻഫ്ലമേഷൻ എന്നിവ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ തുടർച്ചയായിട്ട് പോസിറ്റീവായി ചിന്തിച്ചാൽ പുതിയ ചിന്തകൾ പുതിയ ബ്രെയിൻ പാത്വേ ഉണ്ടാക്കുകയും നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യുന്നു. ഡെയിലി പ്രാക്ടീസ് ചെയ്യാവുന്ന കുറച്ച് ടെക്നിക്കുകളാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. അതായത് നമ്മുടെ മനസ്സും ശരീരവും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുകയാണ്. മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരീരം അറിയും, ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സും അറിയും. അപ്പം നമുക്കൊക്കെ ഇത് അനുഭവം ഉള്ളതാണ്. നമ്മൾ മാനസികമായിട്ട് വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ആഘാതമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരീരം കൊണ്ട് എണീറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥ വരും, കിടപ്പിലാവുന്നവരുണ്ട്. അതേപോലെ തന്നെ ശാരീരികമായിട്ട് വയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു കാലൊടിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനസികമായിട്ടും തളരാറുണ്ട്. രണ്ടും പരസ്പരം കണക്റ്റഡ് ആണ്. അതിന് രണ്ടിനും കൂടെ വേർതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിനെ ശരിയാക്കാൻ വേണ്ടിയുള്ള കുറച്ച് ടെക്നിക്കുകളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ മൈൻഡ്ഫുൾ ബ്രീത്തിങ്. നമ്മളെല്ലാവരും ബ്രീത്ത് ചെയ്യാറുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടോയെന്ന് പോലും നമ്മൾ അറിയുന്നില്ല. അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കടന്നു പോകും. എന്നാൽ അറിഞ്ഞുകൊണ്ട് ശ്വസിക്കുക എന്ന് പറയുന്നത് നമ്മളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് മൈൻഡ്ഫുൾ ബ്രീത്തിങ്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്, മൈൻഡിനെ ശരിയാക്കാനുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്. അതായത് നന്ദി എഴുതുക, നമുക്കുള്ള അനുഗ്രഹങ്ങൾ എഴുതുക. എഴുതുമ്പോഴാണ് നമുക്ക് ധാരാളം അനുഗ്രഹം ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. അപ്പം നമ്മളുടെ കംപ്ലൈൻറ്റ് കുറയുകയും കൂടുതൽ അനുഗ്രഹങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് കൊണ്ടുള്ള മെച്ചം. അതോടൊപ്പം തന്നെ നമ്മുടെ വൈബ്രേഷൻ എനർജി കൂടും ചെയ്യും. അതുപോലെ ചെയ്യാവുന്ന മറ്റൊന്നാണ് മിറർ അഫർമേഷൻ. അതായത് കണ്ണാടിയിൽ നോക്കിയിട്ട് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ശരീരം നന്നായിട്ട് ഹീൽ ചെയ്തു, നല്ല ആരോഗ്യമുള്ള ശരീരമാണ് എന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കണക്റ്റിംഗ് പാതയാണ് മനസ്സ്. ഓരോ ചിന്തയും ഒരേ സമയം മരുന്നും ആവാം, വിഷമാകാം.
അതായത് മരുന്നാകുന്നത് എങ്ങനെയുള്ള ചിന്തയാണ്? പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തയാണ്. വിഷമാകുന്നതോ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തയാണ്. നമുക്ക് തീരുമാനിക്കാം എന്താണ് വേണ്ടത്. അതായത് അവനവൻ്റെ ചിന്ത മരുന്നാക്കി മാറ്റണോ അതോ വിഷമാക്കി മാറ്റണോ എന്നുള്ളത് ചൂസ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതുകൊണ്ട് ഇന്നു മുതൽ പൂർണ്ണമായ ശുദ്ധമായ ചിന്തകൾക്ക് തുടക്കമിടും. അതോടെ അതിൻ്റെ ഫലമായിട്ട് നല്ല ആരോഗ്യം നേടാനും ശ്രമിക്കും. താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കാൻ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.